നാരായണീയത്തിലെ 6-ാം ദശകം ആരംഭിക്കുകയാണ്. 6-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം വിരാട് രൂപ വർണ്ണനമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവ രസാതലം തേ ഗുൽപദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി വർണ്ണിക്കുകയുണ്ടായി. ഈ ദശകത്തിലാകട്ടെ ഉപാസനയ്ക്കായി വിരാട് രൂപത്തിൻ്റെ പ്രത്യേക അവയവ വർണ്ണനയാണ് നടക്കുന്നത്. അല്ലയോ സർവശക്തനായ ഭഗവാനെ, 14 ലോകങ്ങളുടെ സ്വരൂപത്തെ പ്രാപിച്ച നിന്തിരുവടിയുടെ പാദങ്ങളുടെ അടിഭാഗം, അതായത് ഉള്ളംകാൽ, എല്ലാറ്റിലും അടിയിലായിരിക്കുന്ന, താഴെയായിരിക്കുന്ന പാതാള ലോകമാണെന്ന് മഹർഷിമാർ പറയുന്നു. അല്ലയോ ദേവ, നിന്തിരുവടിയുടെ പാദങ്ങളുടെ മേൽഭാഗമാണ് രസാതലം എന്ന ലോകം. അദ്ഭുതങ്ങളായ ശരീരങ്ങളെ ധരിക്കുന്ന ഭഗവാനെ, അവിടുത്തെ കണങ്കാലുകളുടെ ഭാഗമാണ് മഹാതലം എന്ന ലോകം. അങ്ങനെ ഭഗവാന്റെ ഓരോ അവയവവും ഓരോ ലോകമായി സങ്കല്പിക്കുകയാണിവിടെ. ഈ ശ്ലോകത്തിൽ 3 ലോകങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പാതാളം, രസാതലം, മഹാതലം. ഭഗവാന്റെ പാദം മുതൽ മുകളിലോട്ടുള്ള ഭാഗങ്ങളുടെ വർണ്ണന ശേഷം അടുത്ത ശ്ലോകങ്ങളിലും നമുക്ക് കേൾക്കാവുന്നതാണ്. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽപദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. 6-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ്. തലാതലം മുതൽ സ്വർഗം വരെയുള്ള വർണ്ണനയാണ്. ജംഘേ തലാതലമതോ സുതലം ജജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ചോണീതലം ജഘനമംബരം അംഗനാഭി ഭക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. കഴിഞ്ഞ ശ്ലോകത്തിൽ കണങ്കാലുകൾ വരെയുള്ള ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ പറയുന്നത് കാൽമുട്ടുകളുടെ താഴെയുള്ള മാംസള ഭാഗങ്ങൾ തലാതലം എന്ന ലോകമായി അറിയപ്പെടുന്നു. അതിനു മുകളിൽ മുട്ടുകൾ സുതലം എന്ന ലോകമായും 2 തുടകളുടെ ഭാഗങ്ങൾ വിതലം, അതലം എന്ന 2 ലോകങ്ങളായും അറിയപ്പെടുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ അരക്കെട്ട് ഭൂലോകവും നാഭി ഭുവർലോകം എന്നുകൂടി അറിയപ്പെടുന്ന ആകാശവും ആകുന്നു.
അല്ലയോ ചക്രധാരിയായ ഭഗവാൻ, അങ്ങയുടെ വക്ഷസ്ഥലം, അതായത് മാറിടം, ഇന്ദ്രന്റെ ആവാസമായ സ്വർഗലോകം എന്നും അറിയപ്പെടുന്നു. അതായത് 4ാമത്തെ ലോകം, തലാതലം, അത് ഭഗവാന്റെ കാൽമുട്ടുകളുടെ താഴെ ഉള്ള ഭാഗം. സുതലം, കാൽമുട്ടുകൾ തന്നെ. 6, 7 എന്നീ ലോകങ്ങൾ, വിതലം, അതലം, അത് ഭഗവാന്റെ 2 തുടകളാകുന്നു. 8ാമത്തെ ലോകം ഭൂലോകം, ഭഗവാന്റെ അരക്കെട്ട്. 9ാമത്തെ ലോകം ഭുവർലോകം എന്നറിയപ്പെടുന്ന ആകാശം ഭഗവാന്റെ നാഭിയാകുന്നു. സ്വർഗലോകം എന്നത് ഭഗവാന്റെ വക്ഷസ്ഥലമാകുന്നു. ജംഘേ തലാതലമധോ സുതലം ചജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരം അംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ആറാം ദശകത്തിലെ 3ാമത്തെ ശ്ലോകമാണ്. 11 മുതൽ 14 വരെയുള്ള മറ്റ് ലോകങ്ങൾ ഭഗവാന്റെ ഏതെല്ലാം അവയവങ്ങളാണെന്നാണ് ഇതിൽ പറയുന്നത്. ഗ്രീവാമഹസ്തവ മുഖാ ചജനസ്തവസ്തു ബാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യന്യേർ നിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. നിന്ദ്രുടിയുടെ കണ്ഠം അഥവാ കഴുത്ത് മഹർലോകമാണ്. മുഖമാകട്ടെ ജനലോകവും. തിരുനെറ്റി തപോലോകമാണ്. അങ്ങനെ സമസ്ത ലോകരൂപിയായ എല്ലാ ലോകങ്ങളുടെയും രൂപമാണ് ഭഗവാന്റെ ആ രൂപം. അങ്ങനെയുള്ള ഭഗവാന്റെ ശിരസ്സാകട്ടെ സത്യലോകവും ആകുന്നു. അങ്ങനെ സമസ്ത ലോക രൂപിയായ ഭഗവാനെ ഇപ്രകാരം ലോകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന മറ്റു ചില വസ്തുക്കളാലും പൂർണ്ണമാക്കപ്പെട്ട അവയവങ്ങളോട് കൂടിയ നിന്തിരുവടിക്ക് നമസ്കാരം. സമസ്ത ലോകങ്ങളും തദാശ്രിതങ്ങളായ മറ്റ് സകല വസ്തുക്കളും ഭഗവാന്റെ ശരീരാംശങ്ങൾ തന്നെയാണ് എന്ന് ചുരുക്കി പറയാം. അപ്പം ഇവിടെ 14 ലോകങ്ങളും ഭഗവാന്റെ ഓരോരോ അവയവങ്ങളായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അവസാനം പറഞ്ഞത് കഴുത്ത് മഹർലോകമായും, മുഖം ജനലോകമായും, നെറ്റി തപോലോകമായും, ശിരസ് സത്യലോകമായും വർണ്ണിച്ചിരിക്കുന്നു. ഗ്രീവാമഹസ്തവ മുഖാച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരവി അന്യേർനിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. ആറാം ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണ്
ഇന്ന് പാരായണം ചെയ്യുന്നത്. 14 ലോകങ്ങളും ഭഗവാന്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിട്ട് കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റ് കാര്യങ്ങൾ ഭഗവാന്റെ ഏതെല്ലാം അവയവങ്ങളാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 4-ാമത്തെ ശ്ലോകത്തിൽ വേദങ്ങൾ, അതുപോലെ രാത്രി, ദിവസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ഓരോ അവയവങ്ങളാണ് എന്നാണ് വിവക്ഷിക്കുന്നത്. ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസൗ സവിതാ ജനേത്രേ. ലോകങ്ങൾക്കെല്ലാം കാരണഭൂതനായ അല്ലയോ ഭഗവാനെ, നിന്തിരുവടിയുടെ ശിരോമധ്യത്തിലുള്ള ബ്രഹ്മരന്ധ്രം എന്ന സുഷിരത്തിൻ്റെ സ്ഥാനമാണ് ഛന്ദസ് അഥവാ വേദങ്ങൾ. മനോഹരമായ കേശസമൂഹമുള്ള ഭഗവാനെ, കേശവ, മേഘങ്ങൾ അവിടുത്തെ ഭംഗിയുള്ള കേശ സമൂഹങ്ങളാകുന്നു. സത്യലോകത്തിൻ്റെ ഏകദേശമായ ബ്രഹ്മലോകമാകട്ടെ ശോഭിക്കുന്ന അങ്ങയുടെ 2 പുരികങ്ങളാകുന്നു. രാത്രിയും പകലും നേത്ര രോമങ്ങളത്രേ. സൂര്യനാകട്ടെ നേത്രങ്ങൾ തന്നെ ആകുന്നു. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലി യുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രി ദിവസൗ സവിതാ ജനേത്രേ. ആറാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം. സമസ്ത ലോക നിർമ്മാണം അങ്ങയുടെ കടക്കൺ നോട്ടമാണ്. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗലം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവന്നതരോത്തരോഷ്ടൗ താരാഗണാശ്ച രദനാ ശമനശ്ച ദംഷ്ട്രാ. സമസ്ത ലോക നിർമ്മാണം അവിടുത്തെ കടക്കൺ നോട്ടമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ദിക്കുകൾ അവിടുത്തെ ചെവികളാവുന്നു. അശ്വിനി ദേവന്മാർ നിന്തിരുവടിയുടെ 2 നാസാരന്ധ്രങ്ങളാണ്. തൃഷ്ണ, ലജ്ജ എന്നിവ അവിടുത്തെ താഴത്തെയും മുകളിലത്തെയും ചുണ്ടുകളാകുന്നു. നക്ഷത്ര സമൂഹങ്ങൾ ദന്തങ്ങളാകുന്നു. യമൻ കടപ്പല്ലുകളാകുന്നു.
സർവഭൂതങ്ങളെയും സംഹരിക്കുന്ന യമനെ ഭഗവാന്റെ കടപ്പല്ലുകളായി കൽപ്പിച്ചിരിക്കുന്നത് എത്ര വിചിത്രമാണെന്ന് നമുക്ക് തോന്നാം. നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേച ഭഗവന്നതരോത്തരോഷ്ടൗ താരാഗണശ്ച രദനാ ശമനശ്ച ദംഷ്ട്ര. ആറാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണിനി. ഈ മായ ഭഗവാന്റെ മന്ദസ്മിതമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മായാവിലാസഹസിതം ശുസിതം സമീരോ ജിഹ്വാജലം ഭജനമീശ ശകുന്തപംക്തി സിദ്ധാദയ സുരഗണാമുഹരന്ത്രമഗ്നിർ ദേവാംബുജാ സ്തനയുഗം തവ ധർമ്മദേവഃ. ലോകത്തിലെ സകല സൃഷ്ടിക്കും ആദികാരണമായ മായ അവിടുത്തെ മന്ദസ്മിതമാകുന്നു. വായു ശ്വാസമാകുന്നു. ജലം ഭഗവാന്റെ രസനേന്ദ്രിയമാകുന്നു. അല്ലയോ ഭഗവാനെ, വിചിത്രങ്ങളായ പക്ഷികളുടെ എല്ലാം ശബ്ദം ഭഗവാന്റെ വാക്കാകുന്നു. ദേവന്മാരുടെ സമൂഹത്തിൽ പാട്ടുകാരെന്ന പ്രസിദ്ധരായ ഗന്ധർവാദികൾ വിരാട് രൂപിയുടെ സപ്തസ്വരാലാപമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേവന്മാർക്കുള്ള സകല ആവിർഭാഗങ്ങളെയും ഗ്രഹിക്കുന്ന അഗ്നി ഭഗവാന്റെ വായ ആകുന്നു. കർമ്മങ്ങളുടെ ഫലങ്ങൾ കൊടുക്കുന്ന ദേവന്മാർ ഭുജങ്ങളാകുന്നു, കൈകളാകുന്നു. സൃഷ്ടിവർഗത്തെ സ്തന്യം കൊണ്ടെന്ന പോലെ പോഷിപ്പിക്കുന്ന ധർമ്മദേവനാകട്ടെ സ്തനങ്ങളാകുന്നു. ഇങ്ങനെ ഓരോ വസ്തുക്കളെയും ഔചിത്യമനുസരിച്ച് അതാത് അവയവങ്ങളായി സങ്കല്പിച്ചിരിക്കുകയാണെന്ന് ധരിക്കേണ്ടതാണ്. നമുക്കത് ഓരോന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. മായാവിലാസ ഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം ഭജനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഹരന്ത്രമഗ്നിർ ദേവാഭുജാ സ്തനയുഗം തവ ധർമ്മദേവഃ. ആറാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം. പ്രകൃതി തന്നെ അവിടുത്തെ ഹൃദയ കമലമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. പൃഷ്ടം ത്വധർമ്മ ഇഹ ദേവമനസ്സുതാം ശുരം വ്യക്തമേവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹാ വസനം തു സന്ധ്യേ ശേപ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ.
അല്ലയോ ദേവ, ഈ വിരാട് രൂപത്തിൽ പൃഷ്ഠഭാഗം, പുറം, അവിടുത്തെ പുറം അധർമ്മമായി സങ്കല്പിക്കപ്പെടുന്നു. ചന്ദ്രനാകട്ടെ അവിടുത്തെ മനസ്സാകുന്നു. ഹേ അംബുജാക്ഷ, ഗുണത്രയ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതി തന്നെയാണ് ഈ രൂപത്തിൻ്റെ ഹൃദയകമലം. സപ്തസമുദ്രങ്ങൾ ഉദരമാകുന്നു. 2 സന്ധ്യകളാകട്ടെ 2 വസ്ത്രങ്ങളാകുന്നു. ഈ ബ്രഹ്മാവാണെങ്കിൽ ഉൽപാദനാവയവമാകുന്നു. മിത്രൻ അണ്ഡങ്ങളുമാണ്. ഇങ്ങനെ വിരാട് രൂപത്തിൻ്റെ ഓരോരോ അവയവങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോരോ സൃഷ്ടികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് തന്നെയാണ് എല്ലാം എന്നാണ് എല്ലായിടത്തും സൂചിപ്പിക്കുന്നത്. പൃഷ്ടം ത്വധർമ്മൈക ദേവമനസ്സുതാംശു രവ്യക്തമേവ ഹൃദയാംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേപ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ. ആറാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ നടത്തം തന്നെയാണ് കാലശക്തി എന്ന് വിശേഷിച്ചും ഇതിൽ പറയുന്നു. ശ്രോണീസ്ഥലം മൃഗഗണപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖാഗമനം തു കാല വിപ്രാതിവർണ ഭവനം ബദനാബ്ജബാഹു ചാരോരുയുഗ്മചരണം കരുണാംബുധേ. മൃഗസമൂഹങ്ങൾ ഈ രൂപത്തിൻ്റെ അരക്കെട്ടിൻ്റെ പിൻഭാഗമാകുന്നു. ആന, ഒട്ടകം, കുതിര മുതലായവ നിന്തിരിവടിയുടെ കാലുകളിലെ നഖങ്ങളാകുന്നു. കാലശക്തിയാകട്ടെ അവിടുത്തെ നടത്തമാകുന്നു. അല്ലയോ ദയാനിധേ, ദയാസാഗരമേ, നിന്തിരുവടിയുടെ താമരപ്പൂ പോലുള്ള മുഖം, കൈകൾ, മനോഹരങ്ങളായിട്ടുള്ള 2 തുടകൾ, കാലുകൾ എന്നിവ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരുടെ ഉൽപ്പത്തി സ്ഥാനവുമാകുന്നു. ലോകത്തെ എല്ലാം നടത്തുന്ന കാലത്തെ ഭഗവാന്റെ നടത്തമായി കൽപ്പിച്ചിട്ടുള്ളതിൻ്റെ ഔചിത്യം അന്യാദൃശം തന്നെ. ശ്രോണീസ്ഥലം മൃഗഗണപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖാഗമനം തു കാല വിപ്രാതിവർണ ഭവനം ബദനാബ്ജബാഹു ചാരോരുയുഗ്മചരണം കരുണാംബുധേ തേ. ആറാം ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ
വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഹ നാട്യേ സരിത്സമുദയാസ്തരവശ്ചരോമ ജിയാദിദം വപുരനിർവചനീയമീ ഈശ. അല്ലയോ ചക്രം വഹിക്കുന്നവനെ, ചക്രധാരിൻ, സംസാര ചക്രം, അതായത് ചുറ്റിത്തിരിയുന്ന ജനന മരണാത്മകമായ ഈ സംസാരം നിന്തിരുവടിയുടെ വ്യാപാര വിശേഷങ്ങളാകുന്നു. വലിയ അസുരന്മാരുടെ സംഘം അവിടുത്തെ വീര്യമാണ്, പരാക്രമമാണ്. ഈ ലോകത്തിലുള്ള പർവ്വതങ്ങൾ ഈ രൂപത്തിൻ്റെ അസ്ഥി സമൂഹം ആകുന്നു. നദീസമൂഹങ്ങൾ നാഡികളാകുന്നു. വൃക്ഷങ്ങളാകട്ടെ രോമങ്ങളാകുന്നു. അല്ലയോ ഭഗവാനെ, അനിർവചനീയമായ ഈ രൂപം സർവോത്കൃഷ്ടമായി എന്നിലെന്നും പ്രകാശിക്കുമാറാകട്ടെ. ഈ രൂപം, വിരാട് രൂപം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവും ലോകങ്ങൾ പറയുന്ന 14 ലോകങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിലുള്ള മറ്റ് വസ്തുക്കളെക്കുറിച്ചും എല്ലാം തന്നെ, ദേവന്മാരെക്കുറിച്ചും മറ്റ് അസുരന്മാരെക്കുറിച്ചും പറയുന്നു. പർവ്വതങ്ങൾ, നദികൾ, ഇതെല്ലാം ആ രൂപത്തിൻ്റെ ഓരോരോ ഭാവങ്ങളാണ്, അല്ലെങ്കിൽ ഭാഗങ്ങളാണ്. ഇങ്ങനെയുള്ളൊരു രൂപത്തെ എങ്ങനെ സങ്കല്പിക്കുക, അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ? പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. ഓരോ ജീവജാലങ്ങളിലും, ഓരോ മരത്തിലും, എല്ലാറ്റിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഹ നാട്യ സരിത്സമുദയാ സ്തരവസ്തരോമ ജിയാദിദം വപുരനിർവചനീയമീശ. വളരെ അനിർവചനീയമായിട്ടുള്ള ഈ വിരാട് രൂപത്തെ എൻ്റെ മനസ്സിൽ എന്നും പ്രകാശിക്കുമാറാകട്ടെ എന്ന് കവിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. 6ാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ് അവസാനത്തെ ശ്ലോകം. സമസ്ത ജഗന്മയ രൂപമായ വിരാട് രൂപത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈതൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനീതി വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. വിരാട് രൂപം ഉപാസിച്ച് തുടങ്ങുന്നവർക്ക് കർമ്മബന്ധങ്ങളുടെ അവസാനം അടുക്കുമെന്ന് പറയുന്നു. പ്രാരബ്ധ കർമ്മഫലമായ ശരീരം ധരിച്ചവർക്ക് കർമ്മങ്ങളുടെ അവസാനമായ മുക്തി അടുത്തു തുടങ്ങുമ്പോൾ നിന്തിരുവടിയുടെ ഈ സമസ്ത ജഗതാത്മകമായ രൂപം സ്മരിക്കത്തക്കതായി ഋഷിമാർ പറഞ്ഞു വരുന്നു. ഇതിന് വേറൊരു വ്യാഖ്യാനം കൂടി നമുക്ക് പറയാം. അതായത് കർമാവസാനം
സ്മരിക്കേണ്ടതാണ് ഈ രൂപം എന്ന് പറയുമ്പോൾ ശ്രവണം, സ്മരണം, കീർത്തനം, വന്ദനം, അർച്ചനം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുന്നവർ ആ കർമ്മത്തിൻ്റെ അവസാനം ഭഗവാന്റെ ജഗന്മയമായ രൂപം ധ്യാനിക്കുന്നത് മനഃശുദ്ധിക്കും ഉപാസനാ ലക്ഷ്യപ്രാപ്തിക്കും കാരണമാകും എന്ന് പറയപ്പെടുന്നു. ഈ വ്യാഖ്യാനം കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ സമസ്ത ജഗതാത്മകമായ രൂപം സ്മരിക്കത്തക്കതായി ഋഷിമാർ പറഞ്ഞു വരുന്നു എന്നാണ്. അതുകൊണ്ട് അല്ലയോ ഗുരുവായൂരപ്പ, വിരാട് രൂപമായ ജഗത്തിൻ്റെ അന്തര്യാമി ആയിത്തീരുന്നവനും അന്തര്യാമിയായി ഇരിക്കുന്നവനും ശുദ്ധ സത്വസ്വരൂപിയും ആയ നിന്ദ്രുവടിക്ക് കോടി കോടി നമസ്കാരം. ഉപാസനത്തിന് തടസ്സമായി തീരുന്ന ബാഹ്യങ്ങളും ആന്തരങ്ങളുമായ എൻ്റെ സകല വ്യാധികളെയും നശിപ്പിക്കണമേ എന്നുകൂടി ഭട്ടതിരി ഈ വിരാട് രൂപത്തോട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുകയാണ്. എല്ലാ ദശകത്തിലും ഭഗവാനോട് തൻ്റെ വാതരോഗം നശിപ്പിക്കണേ എന്ന് ഭട്ടതിരി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട്. ഏതൊരുവനും ശാരീരികവും മാനസികവുമായ എല്ലാ വ്യാധികളെയും ദുഃഖങ്ങളെയും അകറ്റണമേ, നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ 6ാം ദശകം അവസാനിപ്പിക്കുകയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ.